അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയപ്പം അമ്പലത്തിനോട് ചേർന്നൊരു വീടിൻ്റെ മുൻവശത്ത് നല്ല ചെത്തി നട്ട് വെച്ചേക്കണയാണ്. നല്ല രസമുണ്ട് കാണാൻ, നിറയെ നട്ട് വെച്ചു. അങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി ഇനി അടുത്തത് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാം. നാത്തൂൻ്റെ വീട് ഇവിടെ അടുത്താണ്. നാത്തൂൻ വന്നിട്ടുണ്ട്, എൻ്റെ അമ്മയുണ്ട്, നാത്തൂനുണ്ട്. അവരെയും കൂടെ പോയി കണ്ടിട്ട് നമുക്ക് കോതമംഗലത്തേക്ക് ഷോപ്പിലേക്ക് പോകാം. ഗൈസ്, ചാനൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് കാണണേ. അങ്ങനെ മാതൃപ്പള്ളി അമ്പലത്തിൽ വന്ന് തൊഴുതു കേട്ടോ കൂട്ടുകാരെ. അടുത്ത പ്രദേശം അമ്പലത്തിൽ അവിടെ കപ്പ നട്ട് വെച്ചിട്ടുണ്ട് കുറേ. നമുക്കതൊന്ന് നോക്കിയാലോ. കണ്ടോ, കപ്പ നട്ട് വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ പറമ്പാന്ന് തോന്നുന്നു. നിറയെ കപ്പയൊക്കെ വെച്ചിട്ടുണ്ട്. റബ്ബർ ഉണ്ട്. ഞാൻ ആദ്യമായിട്ട് തന്നെയല്ല ഇവിടെ വന്നിട്ടുണ്ട് വരാറ്. ഇതെൻ്റെ ഒരു കൂട്ടുകാരിക്ക് വേണ്ടി വന്നതാണ്. കൂട്ടുകാരി എന്നോട് പറഞ്ഞു ഗണപതി അമ്പലത്തിൽ ഒരു തേങ്ങ വാങ്ങിച്ച് വയ്ക്കണമെന്ന്. എന്നാ ഞാൻ നേരിട്ട് തന്നെ വന്നേക്കാമെന്ന് ഞാനും വിചാരിച്ചു. എൻ്റെ ഒരു ഫ്രണ്ട്സിൻ്റെ വീട് ഇവിടെ ഉണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, പക്ഷേ എനിക്ക് തന്നെ അതങ്ങോട്ട് ചെയ്യാമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് വേണ്ടിയാണ് ഇവിടെ മാതൃപ്പള്ളി അമ്പലത്തിൽ ഗണപതി അമ്പലത്തിൽ വന്നേക്കണത്. കൂട്ടുകാരിയുടെ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ ഗൈസ്, ഇവിടുത്തെ പ്രസാദമാണ് കൂട്ടുകാരെ. ഉത്സവം തുടങ്ങി. കണ്ടോ, നാത്തൂൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണേ. നാത്തൂൻ്റെ വീട്ടിലേക്ക് പോണ വഴിയാണ്. നമുക്ക് ഇങ്ങനെ പോയാലോ? പോയി വരാം കേട്ടോ നാത്തൂൻ്റെ വീട്ടിലേക്ക്. നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകണ വഴി പോകാനില്ല, വഴിയുണ്ട്. നാത്തൂൻ്റെ വീട്ടിലേക്ക് ഇച്ചിരി നടന്നു പോകണം. നമുക്ക് നടന്നു പോകാം. തമ്പുരാനെ, നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകണ വഴിയിലല്ലേ കാട്. ഇതില്ലേ കുറച്ചങ്ങ് പോകണം. നമ്മൾ നടന്ന് പോകാം നമുക്ക്. ഇത് കണ്ടോ, ഈ വഴി കുറച്ചങ്ങ് പോയാലേ എൻ്റെ നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകും. ഞാൻ കണ്ടുപിടിച്ച നാത്തൂനട്ടോ, അപ്പം എനിക്കത് തന്നെ വേണം. ഈ കാട്ടിക്കൂടിയൊക്കെ കാടല്ല കേട്ടോ, റബ്ബർ തോട്ടാണ്. റബ്ബർ തോട്ടത്തിൽ കൂടി നാത്തൂൻ്റെ വീട്ടിൽ പോകണതാണ്. നാത്തൂൻ വന്നിട്ടുണ്ട് ഇവിടെ. വന്നപ്പുറത്ത് പോയി കാണേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്ന് കാണാമെന്ന് വിചാരിച്ച്. അപ്പം നമുക്കിങ്ങനെ പോകാം കേട്ടോ. ഇങ്ങനെ ഇച്ചിരി ദൂരെ അങ്ങോട്ട് പോകണം. മേളിൽ കൂടെ ഒരു വഴിയുണ്ട്. അതിലെ വന്നാൽ അവരുടെ അപ്പുറത്തെ വശത്ത് വരാം. പക്ഷെ എനിക്ക് ആ വഴി അറിയത്തില്ല. അത് കാരണം ഞാൻ ഈ വഴി വന്നു. അപ്പം നമ്മളിങ്ങനെ അങ്ങോട്ട് പോകാം നമുക്ക്. താക്കോലില്ലേ? ഓക്കെ. കണ്ടോ, ഇതിൽ ഞങ്ങൾ നടന്ന് കുറച്ചങ്ങോട്ട് ദൂരം. ഇതാണ് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകണേ. നാത്തൂൻ്റെ വീട്ടിലേക്ക് പോണേ. അതായത് കണ്ടോ, വീഡിയോ പിടിക്കാം. നല്ല രസമല്ലേ? അമ്മ അവിടെ എടുക്കുക. കണ്ടോ, നാത്തൂൻ്റെ വീട്ടിൽ മുന്നേ എന്താണ്ട് പൂവ്.
ഞാൻ നാത്തൂൻ്റെ വീട്ടിൽ വന്നാണേ. നാത്തൂൻ്റെ വീട്ടിൽ വന്നപ്പം പൂ കാണിച്ചു തരാം. അവരുടെ വീട്ടിൽ പൂവുണ്ട്. അവരുടെ വീട്ടിൽ കുറേ പൂക്കളുണ്ട്. മുല്ലപ്പൂ, അച്ചുവിൻ്റെ മുല്ലപ്പൂ. കണ്ട, അച്ചുവിൻ്റെ വീട്ടിലെ നിറയെ മുക്കുറ്റിയുണ്ട്. ഇതെന്നാടി? ചെറുള. ആ, അച്ഛൻ്റെ വാഴക്കൊല. ഇതൊക്കെ അച്ഛൻ്റെ. ചീര. അച്ഛൻ്റെ വീട്ടിലേ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര വലിയ മഴ വന്നണ്ടേ. നമുക്ക് നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ തിരിച്ചു പോണ വഴിയാണ്. കോളേജിലെത്തി. ഇനി കുറച്ച് ദൂരം കൂടി ഉണ്ട് എൻ്റെ വീട്ടിലേക്ക്. ഭയങ്കര മഴ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിന് മുമ്പേ വീട്ടിൽ ചെല്ലണം. ഓക്കെ ഗൈസ്.